അധ്യായത്തിൽ 32 മുതൽ അവസാനം വരെ വായിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ 32 മുതൽ 35 വാക്യം വായിക്കാം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ച് ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച ഭൂതകാലം ഓർത്തുകൊള്ളുക. പിന്നെ തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്ത് കൊണ്ട് അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ഇനി ആരും പുസ്തകം നോക്കിയിരിക്കരുത്. എനിക്കറിയുമ്പോൾ സ്വഭാവം ഇംഗ്ലീഷ് വായിക്കാൻ നേരെ ഇല്ലല്ലോ. പിന്നെ ഉദയ സംഘത്തിന് വായിക്കുമ്പോൾ പിന്നെ അത് വായിച്ചോണ്ടിരിക്കും. പിന്നെ ഇംഗ്ലീഷ് വാർത്ത കേൾക്കത്തില്ല. എങ്കിലും ഉടനെ എഴുന്നേറ്റ ഒരു പാട്ട് പാടണ്ടെന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഒന്ന് പാടി ക്ഷമിക്കണേന്ന് പറഞ്ഞേച്ച് ഇന്നത്തെ പ്രശ്നം എന്നോടായിരുന്നു പറയുന്നത്. ആരും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതിവിടെ കൊണ്ട് തീരും. എന്നാൽ അകത്ത് കയറിയാൽ വ്യത്യാസം മുഖത്ത് കാണാൻ കഴിയും. അതുകൊണ്ട് ശാന്തമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശോധനയും പ്രതിസന്ധി നിറയപ്പെട്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അത് ഓരോ അപ്പോസ്തലൻ പറയുന്നത് വിശ്വസിക്കാൻ മാത്രമല്ല, പറഞ്ഞ വാക്യം അറിയാമെങ്കിൽ കഷ്ടം സഹിപ്പാനും ദൈവം വരം നൽകി. വാക്യം പറഞ്ഞ കുഴപ്പവും ദൈവമല്ലേ, പറഞ്ഞ കുഴപ്പമില്ല. അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഞാൻ കേട്ടത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം വചനമല്ലേ ജീവിതത്തിൻ്റെ താഴെ തട്ടിൽ കൂടെ ക്ലേശങ്ങൾ കൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ വൈതലിന് ദൈവവചനം ഒരാശ്വാസമാണ്. ഒന്നും ആശ്വാസമാണ്, ദൈവവചനം ആശ്വാസമാണ്. അത് കേൾക്കുമ്പോൾ അകത്തൊരു ചൈതന്യം വന്നാൽ ഒരു ലേലിയ എന്ന് പറഞ്ഞെങ്കിലും ഒരു കുഴപ്പമില്ല. ആ നിലയിൽ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പോരാട്ടം എന്ന് പറയുന്ന ഒരു കാര്യം ക്രിസ്ത്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവർക്കും പോരാട്ടമുണ്ട്. ഇല്ലാത്തവരാരും ഇല്ല. എന്നാൽ അളവിന് വ്യത്യാസം കാണുക. കാരണം ഉറുമ്പിന് അരിഭാരം, ആനയ്ക്ക് അരിഭാരം. ഓരോരുത്തരുടെ നിലപാടുകൾ അനുസരിച്ച് നമ്മൾ ഓരോ വിധമായ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരാണ് വിശ്വാസികൾ എല്ലാവരും. യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ഉടനെ എല്ലാം സ്വർഗതുല്യമാണെന്നല്ല ധരിച്ചു കളയുന്നത്. അന്ന് മുതൽ ടെസ്റ്റ് തുടങ്ങും. ടെസ്റ്റ് തുടങ്ങിയാൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കണം. അതിൻ്റെ അർത്ഥം നന്നായിട്ട് ഒരുങ്ങണം. ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യിക്കാൻ ഒക്കത്തില്ല. 1ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് ഉണ്ട് കേട്ടോ, 12ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് ഉണ്ട്. BSc പോയാലും മാത്തമാറ്റിക്സ് ഉണ്ട്. 1ാം ക്ലാസ്സിലെ പരീക്ഷ BSc ചെല്ലുമ്പോൾ കിട്ടണമെന്ന് ആഗ്രഹിക്കാൻ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആത്മീയ വളർച്ചയ്ക്കനുസരിച്ച് ടെസ്റ്റിന്റെ കട്ട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒളിച്ചോടുവാനാണ് ആഗ്രഹിക്കേണ്ടത്. ഞാനാകുന്നത് പറഞ്ഞവനായ കർത്താവിന്റെ സാന്നിധ്യമുള്ള വിശ്വാസം നമ്മുടെ ഉണ്ടെങ്കിൽ അവിടെ ജയിപ്പാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജനീയങ്ങളിൽ 2 വാക്യം വായിക്കണം. ഒന്ന് എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 ചില വാക്യങ്ങൾ വായിക്കണം. പിന്നെ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കണം. പിന്നെ പിശാചിന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. പോരാടാൻ പോകേണ്ട കാര്യമില്ല, എതിർത്ത് നിൽച്ചാൽ മതി. പിന്നെ നിങ്ങൾ പോരാട്ടമുള്ളത് വായിക്കും. പിന്നെ നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല. വളരെ ശ്രദ്ധിക്കണം. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, സഹോദരനോടല്ല, സഹോദരനോടുമല്ല. നമുക്ക് പോരാട്ടമുള്ളത് പിശാചിനോട്. എതിർത്ത് നിൽക്കേണ്ട ജോലി നമ്മുടെ ജോലി. വടക്കിന് പോകരുത്, എടുത്തെടുത്ത് വെച്ചാൽ പറ്റുള്ളൂ. അപ്പൊ വരുന്ന സമയത്ത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകണം. ബാക്കിയോട് വായിച്ചാണ് അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും മതി. ഇത്ര മതി, ബാക്കിയൊന്നും വായിക്കണം. ഇത്ര ബന്ധം. നമുക്ക് പോരാട്ടം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആർക്കാ കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുന്നതിനനുസരിച്ചുള്ള ടെസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ആദ്യം അവനെ വിടുവിച്ചവനായ ദൈവം ഇന്ന് എന്നോടുള്ള വിശ്വാസം നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ അവിടെ നമുക്ക് ജയമെടുക്കാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വായിച്ചാട്ട് 3 മുതൽ
ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം നിങ്ങൾ എന്ത് ചെയ്തില്ല. എന്തോ അതിനർത്ഥം? ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. പിന്നെ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ എന്തല്ല, ജഡികങ്ങളല്ല. പിന്നെ കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ് ആയുധം നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ നമ്മൾ ജഡത്തിനനുസരിച്ച് മറുപടി അറിയാൻ പോകാതിരിക്കുന്നതാണ് നമുക്ക് അനുഗ്രഹം. സ്തോത്രം. വിഷമം തോന്നല്ലേ? കാരണം നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. വളരെ വ്യക്തമായിട്ടാണ് മനസ്സിലാക്കുക. ഒരു ചള്ളയ്ക്ക് അടിക്കുന്നതിന് ഒരിക്കലും ഒരു സാറ് പറഞ്ഞു ഒരു ചള്ളയ്ക്ക് അടിക്കുന്നതിന് മറ്റത് കാണിച്ചു കൊടുക്കണം, പിന്നെന്തോ വേണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന്. മനസ്സിലായോ? മനസ്സിലായത് ഞങ്ങളുടെ പുറത്ത് നോക്കി ഒന്ന് കാണിച്ചു, രണ്ട് കാണിച്ചു, പിന്നെന്തേലും പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. പോലെ വാക്യം കൊണ്ട് കണ്ടുപിടിക്കാൻ എന്നോട് രൂപം കാണിച്ചില്ല. നല്ലതൊന്നും കണ്ടുപിടിക്കുന്നില്ല, നല്ലതൊന്നും കണ്ടുപിടിക്കില്ല. ഇതൊക്കെ കണ്ടുപിടിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. യഹൂദന്മാര് ക്രിസ്തുമാർഗത്തിലേക്ക് കടന്നു വന്നു. അവർ വിശ്വാസമായിട്ട് പുറകോട്ട് പോകാൻ തുടങ്ങിയ സമയത്ത് പൗലോസിന്റെ ലേഖനമാണല്ലോ എബ്രായ ലേഖനം. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ഏറിയ വാക്യം വായിച്ചാട്ട് 32ാമത്തെ വാക്യം 10:32. പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ ആ നിലയിൽ നമ്മൾ അപമാനിക്കപ്പെട്ടു. എങ്കിൽ ഒരു കാര്യം ഓർത്തു കൊള്ളണം, അത് കാണുന്നവനായ ഒരു സ്വപ്നമുണ്ട്. ഏത് സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയി, പ്രതിസന്ധികളിലൂടെ കടന്നുപോയി നീ വേദന അനുഭവിക്കുമ്പോഴും കണ്ണടച്ചു പോകുന്നവനല്ല എന്റെ കർത്താവ്. അവൻ നിനക്ക് വേണ്ടി മുതൽ മുടക്കുവാനാണെങ്കിൽ ഇറങ്ങി വരേണ്ട സമയത്ത് അവൻ തീർച്ചയായിട്ടും ഇറങ്ങി വന്നിരിക്കും. ഞാൻ പറയാം, ഇറങ്ങി വരേണ്ട സമയത്ത് അവൻ ഇറങ്ങി വന്നിരിക്കും. തക്ക സമയം തീർത്തേണ്ടതിന് അവന് ബലമുള്ള കൈക്കീഴ് താണിരിപ്പില്ലെന്ന് വചനമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പൈതലേ നീ കടന്നു പോകുന്ന ആ പടവയുണ്ടല്ലോ, നിനക്ക് സഹിക്കാൻ വയ്യായിരിക്കും, വഹിക്കാൻ വയ്യായിരിക്കും. ഒരു കാര്യം ഓർത്തു വേണം, എല്ലാവരും മുഖം മറച്ചു പോകുമ്പോഴും മുഖം മറക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മുതൽ മുടങ്ങി യേശു മാത്രമാണ്. അവരെവിടെ ഉണ്ടെന്ന് അറിയാമോ? പിതാവിന് വലഭാഗത്തുണ്ട്. എന്തുകൊണ്ടിരിക്കുക? നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആയിട്ടിരിക്കുക. ഇവിടെ നിന്റെ വേദനയുടെ സ്ഥാനത്ത് പിതാവിനോട് മധ്യസ്ഥ അണിച്ചുകൊണ്ടിരിക്കും. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കല്ലേ? വിശ്വസിക്കണം. അതാണ് വിശ്വസിക്കേണ്ടത്. കാരണം ആരാണ് ഞാൻ? ആരുടെ മകൻ? ദൈവത്തിന്റെ മകൻ. ഞാൻ അവന്റെ പൈതലാണ്. അവൻ എവിടെയുണ്ട്? പിതാവിന്റെ വലഭാഗത്തുണ്ട്. അവൻ എന്ത് ചെയ്തവനാണ്? കാലം സ്വന്തം ജീവനെ തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങുന്നതിനാകയാൽ അവന്റെ അവകാശമായി നമ്മൾ തീർന്നിരിക്കുകയാൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കർത്താവ് ഉണ്ടെന്ന് കണ്ണുമടച്ചാൽ വിശ്വസിക്കണം. കൂത്തുകാഴ്ചയായി ഭാവിച്ച് മറ്റുള്ളവർക്ക് എന്ത് ചെയ്തത്? കൂട്ടാളികളായി തീർന്നു. സ്വന്തം കഷ്ടം അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ പതിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടം അനുഭവിക്കുന്നവരെ കൂട്ടാളികളായി മാറണം. നമ്മുടെ കൂട്ടായ്മയിൽ ശരീരത്തിന്റെ അവയവമാണല്ലോ. കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പതില് ഇവരാരാണ്? ഇതുപോലെ കൂത്തുകാഴ്ചയായി ഭവിച്ചവരുടെ കൂട്ടാളികളായി തീർന്നവരാണ്. കഷ്ടങ്ങളുടെ നടുവിൽ നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ കൂടുതൽ കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പകുതി പോലും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇത് ദൈവം തമ്പുരാൻ നമ്മെ വിടുവിച്ചെങ്കിൽ മറ്റൊരു വേദന അനുഭവിക്കുമ്പോൾ ഒന്ന് ചെന്ന് സ്വത്രം പറയുവാൻ, ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടെങ്കിൽ അവിടെയാണ് കൂട്ടാളികളായി തീരുന്നത്. വേദനപ്പെടുന്നവരെ പോയി ആശ്വസിച്ചോളൂ എന്ന് പറയുന്നതിനേക്കാൾ അവന്റെ അടുത്ത് ചെന്നിരുന്നുകൊണ്ട് നമ്മൾ ഇതൊന്നും ചെയ്യരുത്. അത് എന്റെ അമ്മാമ്മയെ ഇന്നതുപോലെ ഇന്നാർക്ക് വന്ന് മരിച്ചുപോയെന്ന് പറയാൻ അങ്ങോട്ട് പോകരുത്.
നിങ്ങൾ പൗരസഭ നടത്തരുത്, ആശുപത്രി സന്ദർശനം നടത്തരുത്, പോകരുത്. ചേട്ട എന്ത് പറയണം? ദൈവം തമ്പുരാൻ അസാധ്യമായി ഒന്നുമില്ലെന്ന് പറ. ചിലപ്പോൾ ആ വാക്ക് അവന്റെ അകത്ത് വില കൊടുക്കുവാൻ ഇടയായിത്തീരുമെങ്കിൽ അത് രോഗശാന്തിയായിട്ട് മാറും. പൗലോസ് പ്രസംഗിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവനായ മുടങ്ങ് എന്ത് ചെയ്തു? അവന് സൗഖ്യം പ്രാപിക്കാൻ വിശ്വാസമുണ്ടെന്ന് പൗലോസ് ബോധ്യപ്പോൾ എഴുന്നേൽക്കാന്ന് പറഞ്ഞു. അല്ലേ? വായിച്ചോണ്ടിരുന്ന ദിവസത്തിൽ അങ്ങനെയെങ്കിൽ പങ്കാളികളായിത്തീരുവാൻ ഇടയായിത്തീരുമെങ്കിൽ നമ്മുടെ വേദന സ്ഥാനത്തും പങ്കാളികളാകാൻ ദൈവം ആരെയും ഒരുക്കിയിരിക്കും. ദയാലോട് ദയാലു, നിഷ്കളങ്ങളോട് നിഷ്കളകൻ, നിർമ്മലിനോട് നിർമ്മലൻ, വക്രനോട് വക്രൻ. അല്ലേ? ഇന്നലെ വാക്യം വായിക്കുന്നത്, നീ ദയ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് ദയ കാണിക്കുവാൻ നിന്റെ വേദനയുടെ സ്ഥാനം ദൈവം നമ്പുരാൻ ഒരാളെ അയച്ചിരിക്കും. നീ പ്രതീക്ഷിക്കുന്ന ആളായിരിക്കത്തില്ല. അവൻ വന്നിട്ട് ഉഴപ്പ പ്രാർത്ഥന മാത്രമില്ല, അങ്ങോട്ട് ഇറങ്ങി പറയാം എന്തുകൊണ്ടാണ് സംഭവിച്ചെന്ന്. ഇതാ പെന്തിക്കോസുകാരൻ അങ്ങോട്ട് അമ്മാമ ഇതെന്താണെന്നറിയാം, ഇന്നത് കൊണ്ടാ അവൾക്ക് ഇത് വന്നത്. ഈ സൈസൊക്കെ വിസിറ്റേഴ്സില്ല എനിക്ക് നല്ലത്, വെടിക്കുത്തിരിക്കും കുറെ കൂടെ വേണം. എന്താ പ്രിയപ്പെട്ട ഒരു വാക്ക് മതി ഒത്തിരി വിലപ്പെടുത്താൻ. ഒറ്റ വാക്ക്. ഏതാ വാക്ക്? ഇങ്ങനെ കഷ്ടം അനുഭവിച്ചവനെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കഷ്ടമായി തോന്നുകയില്ല. കാരണം വിശ്വാസനായകനും പൂർണ്ണ യേശുവിനെ നോക്കുക, അവൻ എന്തനുഭവിച്ചു? പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യനായി കഷ്ടം അനുഭവിച്ചവൻ. അവനെ ധ്യാനിപ്പാൻ കഴിയുമെങ്കിൽ നിന്റെ വേദന വേദനയല്ല, നിന്റെ കഷ്ടം കഷ്ടമല്ല, നിന്റെ കണ്ണുനീരല്ല. കാരണം എന്നേക്കാൾ എനിക്ക് വേണ്ടി വേദന അനുഭവിച്ച എന്റെ കർത്താവ് എന്റെ വേദനയുടെ സ്ഥാനത്ത് ഇറങ്ങി വരുവാൻ വിശ്വസ്തനാണ്, എനിക്ക് വരുമെന്ന് വിശ്വാസത്തിന്റെ അകത്തുണ്ടെങ്കിൽ എല്ലാവരും പുറപുറത്തുകൊണ്ട് പരാതി പറഞ്ഞതിനെ തള്ളിപ്പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൽ നീ വിശ്വസിക്കുക, എന്റെ കർത്താവ് കാണുന്നുണ്ട് സ്വർഗത്തിൽ. അക്കരയ്ക്ക് പോകാൻ പറഞ്ഞയച്ചവൻ കാണാതെ അവൻ ഇരുന്നിട്ടില്ല, അവൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇറങ്ങി വരേണ്ട സമയത്ത് അവൻ ഇറങ്ങി വന്നു. കാറ്റിനെ ശാസിച്ചില്ല, കടലിനെ ശാസിച്ചില്ല. ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, ഞാനാകുന്നു. ഓണം അപ്പോഴുണ്ട്, ദിനമാണി അപ്പോഴുമുണ്ട്, മാറിയിട്ടില്ല. മാറിയത് എപ്പോഴാണെന്ന് അറിയാമോ? പിന്നെ ഓണത്തെ കയറിയപ്പോ. സ്വത്രം അതുവരെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാനും ഒന്ന് വന്നോട്ടെ. വന്നോളാൻ പറഞ്ഞു. അവർ ഇറങ്ങി ഒറ്റ ഇറങ്ങി 2 ചവിട നടന്നപ്പം ഗലീലക്കടലാണെങ്കിൽ വെള്ളം കാലിന്റെ അടിയിൽ പാറയാട് തോന്നിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഉഞ്ഞു നമ്മളെ പോലെ. ഏത് പറയാമോ? ഉറക്കെ പറയാമോ? അറിയാത്ത ഭാഗം. കാറ്റ് കണ്ട് ചുറ്റും നോക്കിയപ്പോൾ നോട്ടം എവിടുന്ന് പോയി? യേശുവിന്റെ മുഖത്തുനിന്ന്. എങ്ങോട്ടാ പോയത്? കാറ്റിലോട്ട്, സാഹചര്യത്തിലോട്ട്. കഷ്ടമില്ലാത്തവരാരുമില്ല. കഷ്ടങ്ങളുടെ നടുവിൽ പോരാടണം. കഷ്ടങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും നാം മുമ്പോട്ട് നീങ്ങുമെന്നുണ്ടെങ്കിൽ ജയോത്സവമായി നടത്തുവാൻ എന്റെ ദൈവത്തെ വിശ്വാസത്തിൽ. ഷാജിനോട് വഴക്കിന് പോകരുത്. അവൻ വരുമ്പോൾ ഒരു ശാസന കൊടുക്കാനുള്ള നേരം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. അവൻ നമ്മെ വിട്ടു ഓടിപ്പോകും. കാരണം വേറൊരു വാക്യമുണ്ടല്ലോ, ദൈവത്തിൽ ജനിച്ചവൻ ആരും എന്ത് ചെയ്യുന്നില്ല? പാവം ചെയ്യുന്നില്ല. പിന്നെ മറ്റേന്തുവാ? അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ സൂക്ഷിക്കേണ്ടത് എന്റെ ജോലിയാണ്. നാട്ടുകാരുടെ ജോലിയല്ല, ഭാഷയുടെ ജോലിയല്ല, എന്റെ ഭാര്യയുടെ ജോലിയല്ല, എന്റെ മരുമക്കളുടെ ജോലിയല്ല, മക്കളുടെ ജോലി. എന്റെ ജോലി എന്നെ സൂക്ഷിക്കേണ്ടത്. എന്നെ സൂക്ഷിക്കണമെങ്കിൽ അയാൾ പുറത്തു വരണം. അത് ദേശതമ്പുരാൻ വരണം. ദേശതമ്പുരാന്റെ സാന്നിധ്യത്തുണ്ടെന്ന് വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആ പ്രതിസന്ധി നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്നെന്ന് വിശ്വസിക്കണം. കാരണം ദൈവനെ അതുപോലെ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ദൈവവചനത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ന് സംഭവിക്കുമെന്ന് 100% വിശ്വസിക്കുന്നതിനാണ് ഞാൻ. കാരണം ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല, വചനത്തിന് മാറ്റം വന്നിട്ടില്ല, നമുക്കേ മാറ്റം വന്നിട്ടുള്ളൂ. ആ ദൈവത്തിന്റെ ശക്തി ഇന്നുമുണ്ട്. യോർദാൻ നടുവിൽ കൊണ്ട് നടത്തിയ യുവാണെങ്കിൽ ഇത് നടത്തും. തർച്ചയില്ല കാര്യത്തിൽ. കാരണം അല്പം ക്ഷീണങ്ങളും ഭാരങ്ങളും നിരാശകളും കൊണ്ടിരിക്കുന്ന സമയത്ത് നിരാശപ്പെടരുത്. യേശുവിൽ ആശ്രയിക്കുക.
അവന്റെ മുഖത്തേക്ക് നോക്കുക. മനുഷ്യന്റെ മുഖത്ത് നോക്കരുത്. നിന്റെ ഉറ്റ സ്നേഹത്തിന്റെ മുഖത്തോട് നോക്കരുത്. ഇവനെല്ലാം മുഖം മറിച്ചു പോകുമെങ്കിലും മുഖം മറിക്കാത്ത ഒരാളുണ്ട്, ഒരാളല്ലാതെ പോരാട്ടം കഴിക്കണം. കഷ്ടങ്ങളുടെ നടുവിൽ പോരാട്ടം കഴിക്കണം. സമയം ചുരുക്കമുള്ള ദീർഘിപ്പിക്കാൻ നിർത്താം. രണ്ട് ക്യാരക്ടറെ കൊണ്ടുവരാം. ഒന്ന് ഇയ്യോബ്, പൗലോസ്. ഇയ്യോബ് എല്ലാ ചരിത്രം അറിയാമല്ലോ. ദൈവം എന്ന് പറയുന്നത് ഷാജ് പറഞ്ഞ നീതിവാനവർത്തൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു. 10 മക്കളും പോയി. 10 യോ പറഞ്ഞെന്ത്? നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി പോകും. യഹോവ തന്നു, യഹോവ ഞാൻ മുഴുവൻ ചുമഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ എന്ന് പറയുന്നത് ഇന്റഗ്രിറ്റി, നിന്റെ ഭക്തി വിട്ട് ദൈവത്തെ തടി പറഞ്ഞൊരു പോഷിയെ പോലെ സംസാരിക്കുന്നു. നന്മയും തിന്മയും ദൈവത്തിൽ പ്രാപിക്കുന്നു. അത്രയും കഷ്ടം നമുക്ക് ഉണ്ടാകത്തില്ലല്ലോ. 10 മക്കൾ ഒന്നിച്ച് മരിക്കുമില്ലല്ലോ. സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുമില്ലല്ലോ. അതൊന്നുമില്ല. അതിലൊരു കളമെന്ന് പറഞ്ഞു കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു കാണും, അല്ലെങ്കിൽ എന്തൊരു ചെറിയ നഷ്ടം വന്ന് കാണും. ഇതൊന്നും നഷ്ടമല്ല പ്രിയപ്പെട്ടവരെ. ദൈവഭജനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാത്ത തലയിലെ കുടികൾ പോലും പോകുന്നില്ല. അവിശ്വസ്തകാര്യം അറിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ മൈതലെ നീ ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. കൂട്ടുകാർ വന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു വാട്ടർ യു സോ റീപ്, നീ വിതയ്ക്കുന്ന കൊയ്വെന്ന് വരടിച്ചുകൊണ്ട് പറയുമ്പോൾ നിങ്ങളെല്ലാം വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. എന്നിട്ട് പറഞ്ഞ് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. പോരാടുന്ന അവിടെയാ, പോരാടുന്ന അവിടെയാ. ജോലിയിൽ നിന്ന് പുറത്തു വിട്ടെങ്കിൽ നീ പേടിക്കണ്ട. വിശ്വാസമുണ്ട്. ഞാൻ പറയട്ടെ, ആ ബോസിനെ കൊണ്ട് തിരിച്ചു വിളിപ്പിക്കുവാൻ കഴിവുള്ളവരാണ് എന്റെ ദൈവം വിശ്വസിക്കുന്നതാണ് ഞാൻ. ഞാൻ വിശ്വസിക്കുന്നതാണ് ഞാൻ. കാരണം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. രാജാവ് ഉറക്കം കൊടുക്കാതെ ഇരുത്തിക്കൊണ്ട് ഹൃദയത്തിന് വേണ്ടി പ്രവർത്തിച്ച പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ രാജാവിന് ഉറക്കം കൊടുക്കാതെ ഇരുത്തിക്കൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ് ഞാൻ. അന്ന് ചെയ്തെങ്കിൽ ഇന്നും ദൈവം ചെയ്യാൻ വിശ്വസ്തനാണ്. ആ ദൈവത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. നമുക്കേ മാറ്റം വന്നിട്ടുള്ളൂ. നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വന്നിട്ടുള്ളൂ. നമ്മുടെ അഭിപ്രായത്തിന് മാറ്റം വന്നിട്ടുള്ളൂ. ദൈവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ എല്ലാം ഇരട്ടിയായിട്ട് ദൈവം നമുക്ക് ഒഴി കൊടുക്കാനിടയായി. എപ്പോഴാ കൊടുത്തെന്ന് ചോദിച്ചാൽ ഞാൻ ദൈവത്തെ കുറിച്ച് ഒരു കേടി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ണാലെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇരട്ടി പങ്ക് മടക്കി കൊടുത്തും മക്കളെ ഇരട്ടി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ 10 നേരത്തെ ഉണ്ടായിരുന്നില്ല, പിന്നെ 10 കൂടെ മതി. ഓട്ടമൊക്കെ മതിയില്ല, ഇരട്ടി ചേർന്ന് വേണ്ടല്ലോ. അതുകൊണ്ട് ആ ദൈവം തന്നെങ്കിൽ ആ ദൈവം ഇന്നും നമ്മുടെ ദൈവം. ആ ദൈവം ഇന്നും നമ്മുടെ ദൈവം. ആ ദൈവം ഞാനാകുന്നു പറയുന്നവന് ഇന്ന് നിങ്ങളോട് കൂടെയുള്ള ദൈവത്തിന്റെ വയതില് ഈ ഏത് പ്രശ്നത്തിന്റെ നടുവിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ മുഖത്തേക്ക് നോക്ക്, അവന്റെ മുഖത്തേക്ക് നോക്ക്. വേറെ നോക്കരുത്. ഒരു സഹോദരനെ നോക്കരുത്, ഒരു സഹോദരിയെ നോക്കരുത്, ഒരു കൂട്ടുകാരെ നോക്കരുത്. ഒരു കൂട്ടുകാരോട് പറയുന്നതിനേക്കാൾ മുഴങ്ങുന്ന ദൈവത്തോട് പറയുമെങ്കിൽ വിശ്വസ്തനായ ദൈവം നമ്മൾ ഇറങ്ങി വരുന്നവരും സംസാരിക്കുന്നവരും. കുരുന്തലേഖനം 2 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ചിതത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരിലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം മുഖക്കിളിപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത.
തൻ്റെ കഷ്ടങ്ങളുടെ പട്ടിക നിരത്തിയിട്ടിരിക്കുക, പോരാട്ടത്തിൻ്റെ പട്ടിക നിരത്തിയിട്ടിരിക്കുക. താൻ പറഞ്ഞെന്താണെന്നറിയാമോ? യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇതൊന്നും എന്നെ വേർതിരിക്കത്തില്ല. പോരാട്ടങ്ങളുടെ നടുവിലും പതറിപ്പോകാതെ, പിന്മാറിപ്പോകാതെ യേശു മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വലിയൊരു പോരാട്ടമല്ല, പോരാട്ടം നടുവിൽ ജയോത്സവമായി നടത്തുന്ന വിശ്വസ്തനായ ദൈവം ജീവിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുമെങ്കിൽ കഷ്ടത്തിന്റെ നടുവിൽ മറ്റുള്ളവരെ കൂട്ടാളിയായി നിങ്ങൾ മാറുക. കഷ്ടത്തിന്റെ നടുവിൽ ഒരു പോരാട്ടം കഴിയുക. എന്നാൽ പോരാട്ടം കഴിക്കുമ്പോൾ ഓർത്തുകൊണ്ട് ഒരു കാര്യം, പൂർവകാലത്ത് നിന്നെ നടത്തിയ വഴികൾ നീ ഓർക്കണം. അവിടെയാണ് വിജയം സ്ഥിതി ചെയ്യുന്നത്. ഇന്നലെ നടത്തിയവനായ ദൈവം ഇന്ന് നടത്തുവാൻ വിശ്വസ്തത മനസ്സിലാക്കുക. ഇന്നലെ കഠിനമായ ശോധന അല്ലെങ്കിൽ ചെറിയ ശോധനയാണെങ്കിൽ ഇന്ന് വലിയ ശോധന വരുമ്പോൾ നീ പറ, അന്ന് എന്നെ നടത്തിയവനായ എന്റെ ദൈവം ഇന്ന് എന്നോട് കൂടെ ഉണ്ട്. അന്ന് നടത്തിയ ദൈവം വിശ്വസ്തനാണെങ്കിൽ ഇന്ന് വിശ്വസ്തനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ അവരിലേക്ക് നോക്കുവാനും ആശ്രയിപ്പാനും ഇടയായിരിക്കണമെങ്കിൽ എല്ലാം മറന്ന ശേഷം ഇന്നലെ വർക്ക് ശരിക്കാൻ സമയമില്ലല്ലോ എന്ന് പറഞ്ഞാൽ യേശുവുമായി ബന്ധപ്പെട്ട ദിവസം നീ ഓർക്കണം. യേശുവുമായിട്ട് ബന്ധപ്പെട്ട ദിവസം നീ ഓർക്കണം. അന്ന് നീ ചെയ്ത തീരുമാനമെന്ത്, അന്ന് ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയത് എന്ത്, ഇതെല്ലാം മറന്നുപോയി കഷ്ടങ്ങളുടെ നടുവിൽ നിരാശപ്പെട്ട് പുറകോട്ട് ശ്രമിക്കുന്നതിനേക്കാൾ നീ പുറകോട്ടൊന്ന് പോയി ആ ചെടുകുഴിയിൽ ഞാൻ കിടന്നപ്പോൾ എന്നെ പൊക്കിയെടുത്തവനായ എന്റെ ദൈവം, എന്നോട് നടത്തിയവനായ എന്റെ ദൈവം ഇന്നലത്തെ കഷ്ടത വിടുവിച്ചെങ്കിൽ ഇന്നത്തെ കഷ്ടത വിടുവിപ്പോൾ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുമെങ്കിൽ ആ ഒരു ആശ്രയം ദൈവത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുമെങ്കിൽ വിശ്വസ്തനായ ദൈവം അവസാനത്തോട് നടത്തും. വിശ്വസ്തനായാൽ കഷ്ടങ്ങളെ സന്തോഷമുള്ള മനോഭാവം നമുക്കുണ്ടായാൽ, വിശ്വസ്തനായ ദൈവം നമ്പുരാൻ നടത്തും. വിശ്വസ്തനായാൽ ദൈവം